നമസ്കാരം. കഥ കേൾക്കാൻ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി സംവിധായകൻ വി.കെ. പ്രകാശ് ലൈംഗികമായി ഉപദ്രവിച്ചെന്ന യുവ കഥാകാരിയുടെ പരാതിയിൽ കേസെടുത്തു. കൊല്ലം പള്ളിത്തോട്ടം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. പരാതിക്കാരിയുടെ മൊഴിയെടുത്തതിന് പിന്നാലെയാണിത്. 354A വകുപ്പ് പ്രകാരമാണ് കേസ്. കഥ സിനിമയാക്കാമെന്ന് പറഞ്ഞ് കൊല്ലത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു യുവതിയുടെ പരാതി. ഈ സംഭവം പുറത്തു പറയാതിരിക്കാൻ അദ്ദേഹം 10,000 രൂപ അയച്ചു തന്നുവെന്നും അവർ പറഞ്ഞിരുന്നു. വി.കെ. പ്രകാശ് തന്നെ ഉപദ്രവിച്ച കാര്യം ചൂണ്ടിക്കാട്ടി പ്രത്യേക അന്വേഷണ സംഘത്തിന് അവർ തിങ്കളാഴ്ച പരാതി നൽകിയിരുന്നു. തുടർന്ന് സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥ വ്യാഴാഴ്ച കൊല്ലത്തെത്തിയാണ് യുവതിയുടെ മൊഴിയെടുത്തത്. ഈ മൊഴിയിൽ സംവിധായകനെതിരെ ഗുരുതരമായ പരാമർശങ്ങളുണ്ടെന്നാണ് റിപ്പോർട്ട്. മൊഴിയെടുപ്പ് പൂർത്തിയായ ഉടൻ പള്ളിത്തോട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. പ്രഥമ വിവര റിപ്പോർട്ട് വെള്ളിയാഴ്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. അതിനുശേഷമാകും രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. 2 വർഷം മുൻപാണ് സംവിധായകനിൽ നിന്ന് കഥാകാരിക്ക് ദുരനുഭവം നേരിടേണ്ടി വന്നത്. കഥ സിനിമയാക്കാമെന്ന് പറഞ്ഞ് കൊല്ലത്തെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയും സിനിമയിൽ അഭിനയിച്ചുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്തു. അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതോടെ ഒരു സീൻ പറയാം, അതൊന്ന് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞു. അത് വളരെ വൾഗറായ ഇൻറ്റിമേറ്റ് സീനായിരുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് താൻ കാണിച്ചു തരാമെന്നും വി.കെ. പ്രകാശ് പറഞ്ഞു. അതും പറഞ്ഞ് ചുംബിക്കാനും ബെഡിലേക്ക് തള്ളിയിടാനുമെല്ലാം സംവിധായകൻ ശ്രമിച്ചു. അദ്ദേഹത്തെ തള്ളിമാറ്റി ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നും യുവതി വെളിപ്പെടുത്തിയിരുന്നു. അഭിനയത്തോട് താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും കഥ കേൾക്കാതെ ചുംബിക്കാനും കിടക്കയിലേക്ക് തള്ളിയിടാനും അയാൾ ശ്രമിച്ചു. എതിർത്തപ്പോൾ പ്രകാശ് ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പരാതിപ്പെടാതിരിക്കാൻ ഡ്രൈവറുടെ അക്കൗണ്ടിൽ നിന്ന് 10,000 രൂപ പിന്നീട് തനിക്ക് അയച്ചെന്നും യുവതി വെളിപ്പെടുത്തി. തെളിവുകൾ സഹിതം DGPക്ക് യുവതി പരാതി നൽകിയിരുന്നു. അതേസമയം യുവതിയായ തിരക്കഥാകൃത്തിന് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായെന്ന പരാതിയിൽ സംവിധായകൻ വി.കെ. പ്രകാശ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തിരുന്നു. ആരോപണം തെറ്റാണെന്നും ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നുമാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. മുമ്പൊരു നിർമ്മാതാവ് ഇവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ പരാതിക്കാരിക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പരാതിക്കാരി വാട്സാപ്പിലൂടെ തനിക്ക് അർദ്ധനഗ്ന ചിത്രങ്ങൾ അയച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ടും ഹർജിയോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ഹർജിയിൽ വിശദീകരിച്ചിരുന്നു. അതേസമയം നടൻ ജയസൂര്യക്കെതിരായ ലൈംഗികാരോപണ കേസിൽ സിനിമയുടെ സംവിധായകൻ ബാലചന്ദ്രൻ മേനോന്റെ മൊഴിയും രേഖപ്പെടുത്തും. നടിയോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന പരാതിയിൽ സിനിമയുടെ മറ്റ് സാങ്കേതിക പ്രവർത്തകരുടെയും മൊഴിയെടുക്കും. പരാതിക്കാരുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നവരുടെ മൊഴികളാണ് രേഖപ്പെടുത്തുക. സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടെ അതിക്രമം നടന്നുവെന്നാണ് ഈ കേസ്. അതേസമയം ഷൂട്ടിങ്ങിനായി വാടകയ്ക്ക് കൊടുത്തതിന്റെ വിശദാംശങ്ങൾ തേടി സെക്രട്ടേറിയറ്റ് പൊതുഭരണ വകുപ്പിന് പോലീസ് കത്ത് നൽകിയിട്ടുണ്ട്. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ദേ ഇങ്ങോട്ട് നോക്കിയ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ നടൻ ജയസൂര്യ മോശമായി പെരുമാറി എന്നാണ് നടിയുടെ ആരോപണം. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നുപിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയതിന് IPC 384, 384A, 509 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക അതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത്. കൊച്ചി സ്വദേശിയായ നടിയുടെ 7 പരാതികളിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കേസ് കൂടിയാണിത്. ജയസൂര്യയ്ക്ക് പുറമെ മുകേഷ് MLA, ഇടവേള ബാബു, മണിയൻപിള്ള രാജു, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ, കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബൽ തുടങ്ങിയവർക്കെതിരെയും നടി പരാതി നൽകിയിട്ടുണ്ട്. ആരോപണങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ നടന്നിട്ടുള്ളതും ഗൗരവമേറിയതുമായതിനാൽ സാഹചര്യ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ട ദൗത്യമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. നടിയുടെ പക്കലുള്ള തെളിവുകളും അന്വേഷണത്തിൽ നിർണായകമാണ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു നടന്നത്. അന്ന് ഷൂട്ടിങ്ങിനിടെ സാരി ശരിയാക്കുന്ന സമയത്ത് നടൻ ജയസൂര്യ പുറകിൽ വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചെന്നാണ് നടി ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയത്.